morning. Good morning. Good morning. Yes, Anna. Krishna. എങ്ങനെയുണ്ടായിരുന്നു ഓണൊക്കെ? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ച ഓണൊക്കെ? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഓണം വിശേഷങ്ങള്? നാട്ടിലൊക്കെ പോയി എല്ലാവരും? എന്താണ് ഒരു തിങ്കളാഴ്ചയിൽ ആർക്കും ഒരു ഉഷാറില്ലാത്ത എന്താ? കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഓണൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണാണ് എല്ലാവർക്കും. ഓക്കെ, വരുമ്പോൾ ഗുഡ് മോർണിംഗ്. ശരി, അപ്പൊ എന്തായാലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഇല്ല എന്നുള്ള ഭാഗത്തുനിന്ന് അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓണമൊക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? തുടങ്ങാതെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, ഋതുമോട് അവസാനൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അതെ, അതായത് JCA അക്രഡിറ്റേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? അതായത് JCA എന്ന് പറയുന്നത് 8 തരത്തിലുള്ള 8 ടൈപ്സ് ഓഫ് 8 തരത്തിലുള്ള എന്താണ് ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? ആ 8 ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? JCA accredits 8 types of health care programs അല്ലെ? 8 തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് ആരംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അംഗീകാരം കൊടുക്കുന്നുണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു ആ 8 ടൈപ്പുകൾ? ഏതൊക്കെയായിരുന്നു? ഒന്ന് ഹോസ്പിറ്റൽസ്, പിന്നെ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് അല്ലെ? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ഹോസ്പിറ്റൽസുകളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി അല്ലെ? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന സംവിധാനം അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ 8 ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്ക് ആരംഗീകാരം കൊടുക്കുന്നുണ്ട്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയോ നിങ്ങള്? അവിടെ വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആയിട്ടുള്ളത് JCI 5th എഡിഷൻ ആണ് കേട്ടോ. JCI എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് കറക്റ്റ് അല്ലേ? JCI തന്നെയാണ് കേട്ടോ. അവിടെ നമ്മുടെ പ്രിന്റിനകത്ത് സ്ക്രീനിലെ പ്രിന്റിനകത്ത് JCT എന്നാണ് കിടക്കുന്നത്. JCI എന്നാണ് കേട്ടോ. കറക്റ്റ് അല്ലേ? JCI 5th എഡിഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഭാഗങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോ JCIയുടെ 5ാമത്തെ എഡിഷനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. JCIയുടെ 5th എഡിഷനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇഫക്റ്റീവ് ഫ്രം 1st April 2014. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? JCI 5th എഡിഷൻ ഇഫക്റ്റീവ് ഫ്രം 1st April 2014. 2014 ഏപ്രിൽ 1-നാണ് JCIയുടെ 5ാമത്തെ എഡിഷൻ നിലവില് വരുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് ഫ്രം 1st April 2014. അതായത് 2014 ഏപ്രിൽ 1-നാണ് JCIയുടെ 5ാമത്തെ എഡിഷൻ എന്ത് ചെയ്യുന്നത്? നിലവില് വരുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. നിങ്ങളോട് ചോദിക്കാം,
JCA 5th edition is effective from dash. എന്ന് തൊട്ടാണ് effective ആയത്? എന്ന് തൊട്ടാണ് നിലവിൽ വന്നത്? 2014 ഏപ്രിൽ 1 മുതലാണ് കേട്ടോ. ഓക്കെ, ഇത് കൺസിസ്റ്റ് ഓഫ് 4 sections. അപ്പൊ JCAയുടെ 5ാമത്തെ എഡിഷൻ എന്ന് പറയുമ്പോൾ അതില് പ്രധാനമായിട്ടും എത്ര സെക്ഷൻസ് ഉണ്ട്? 4 സെക്ഷൻസുകളാണ് വരുന്നത്. അപ്പൊ 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ 4 ചാപ്റ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മളിപ്പോ ഒരു ബുക്കിൽ ചാപ്റ്റേഴ്സ് പോലെയാണ്. അപ്പൊ ഈ ഒരു 4 സെക്ഷൻസുകളായിട്ടാണ് അതിന് കിടക്കുന്നത്. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ 4 ചാപ്റ്റർ ആണെന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളൂ കേട്ടോ. 4 സെക്ഷൻ എന്ന് പറയുമ്പോൾ 4 ചാപ്റ്റേഴ്സുകളാണ് കേട്ടോ. ഏതൊക്കെയാണ് 4 സെക്ഷൻസ്? ഒന്നാമത്തെ സെക്ഷൻ, സെക്ഷൻ 1. ഓക്കെ, സെക്ഷൻ ഗുഡ് മോർണിംഗ്. സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, ബ്രാക്കറ്റില് APR ആണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ അകത്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ സെക്ഷൻ അകത്ത് എന്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതായത് അക്രഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള റിക്വയർമെന്റ്സ്. അതായത് നമ്മളൊരു അക്രഡിറ്റേഷൻ, നമുക്കൊരു ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ ലഭിക്കണം. ആ ഒരു അക്രഡിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസിന്റെ ഭാഗമാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? പ്രിപ്പറേഷൻസുകൾ നടത്തണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ക്ലിയറായോ? അപ്പൊ ഇത് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അഥവാ APR ആണ് കേട്ടോ. അതായത് അക്രഡിറ്റേഷൻ പ്രോസസിന്റെ ഭാഗമാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ആവശ്യകതകളുണ്ട് എന്നതിനെ പറ്റിയാണ് സെക്ഷൻ 1 പരാമർശിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് സെക്ഷൻ 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ 2 എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് സെക്ഷൻ 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 3 നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. സെക്ഷൻ 3 എന്താണ്? സെക്ഷൻ 3 പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളാണ് സെക്ഷൻ 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 3ാമത്തെ സെക്ഷനകത്ത് പറയുന്നത്. ഇനി 4 സെക്ഷൻ ആണ് ഉള്ളതല്ലോ. അവസാനത്തെ സെക്ഷൻ, സെക്ഷൻ 4, 4ാമത്തെ സെക്ഷനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അതായത് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആണ് അല്ലെ? അപ്പൊ ടീച്ചിങ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 4ാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ടീച്ചിങ് ഹോസ്പിറ്റൽസുകളാണ് കേട്ടോ. മെഡിക്കൽ കോളേജ് പോലെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് 4ാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മെയിൻ ആയിട്ട് JCAയുടെ 5ാമത്തെ എഡിഷന്റെ 4 സെക്ഷൻസ് ആണ്. പറയുന്നത് 4 ചാപ്റ്ററുകളാണെന്ന് നിങ്ങൾ കണക്കാക്കുക. സെക്ഷൻ 1 പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അഥവാ APR. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഒരുപാട് ഫുൾ ഫോമുകൾ ഉണ്ട് അതിനകത്ത്. അതാണ് നിങ്ങൾ അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ സ്റ്റാൻഡേർഡുകളും അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ, അത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ, അക്കാഡമിക് മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു കേട്ടോ. ആ രീതിയിലാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞു അല്ലെ? ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. അക്രഡിറ്റേഷന്റെ ഭാഗമാകുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 1ാമത്തെ സെക്ഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സെക്ഷൻ 2 നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. രോഗിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ. അതിനകത്ത് എന്തൊക്കെയാണ് ഇതിനെ നോക്കിയേ. ഫസ്റ്റ് വൺ IPSG. അതാണ് IPSG. IPSGയുടെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇന്റർനാഷണൽ
പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് കേട്ടോ. എഴുതി വെക്കാം കേട്ടോ. IPSCയുടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. എഴുതിയെടുത്തോ? ഇന്റർനാഷണൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അജീഷ്, അപ്പൊ കുഴപ്പമില്ല കേട്ടോ, കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ IPSC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, അതായത് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങള്, അതുമായിട്ട് ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില സ്റ്റാൻഡേർഡുകളാണ് IPSCക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ACC ആണ്. ACCയുടെ ഫുൾ ഫോം എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്നാണ് കേട്ടോ. ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ACC എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആക്സസ് എന്താണെന്നും കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം പറഞ്ഞു. 9 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതിൽ നിന്ന് പഠിച്ചില്ലേ? ആക്സസ് ടു കെയർ. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആളുകൾക്കും ഒരുപോലെ പരിചരണം ലഭിക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ആക്സസ് ചെയ്യാൻ എല്ലാവർക്കും എന്താണ്? പരിചരണം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ തുടർച്ചയാണ് അല്ലെ, പരിചരണത്തിന്റെ തുടർച്ചയാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണ്? പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. അടുത്തതാണ് PFR. PFR എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അതാണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അതായത് രോഗിയും അവരുൾപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് PFR എന്ന് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. അടുത്തതാണ് AOP. AOP എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ് എന്നാണ്. ഇതാണ് അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. AOP എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. അതായത് നമ്മൾ പേഷ്യൻസിനെ വിലയിരുത്തുന്നതുമായിട്ട്, അല്ലെങ്കിൽ പേഷ്യൻസിനെ അസസ് ചെയ്യുന്നതുമായിട്ട് നമ്മൾ അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നുണ്ട്. അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം അവർക്കത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അസസ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ AOP എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. പേഷ്യന്റിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? വിലയിരുത്തണം. പിന്നെ വരുന്നത് COP ആണ്. COP എന്താണ്? കെയർ ഓഫ് പേഷ്യൻസ്. ആംബുലേറ്ററി എന്നൊന്നും തരുന്നില്ല കേട്ടോ. കെയർ ഓഫ് പേഷ്യൻസ്, അതായത് പേഷ്യൻസിന്റെ പരിചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് COPക്ക് അകത്ത് വരുന്നത് കേട്ടോ. അടുത്തതാണ് ASSC. ASSC എന്ന് പറഞ്ഞാൽ എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ എന്നാണ് കേട്ടോ. അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അനസ്തേഷ്യ സർജറിക്ക് വിധേയമാക്കുന്നത് പേഷ്യൻസിനെയാണ്. അതുകൊണ്ട് തന്നെ അതും എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. അടുത്തത് എന്താണ്? MMU. MMU എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ് എന്നാണ് കേട്ടോ. മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അതായത് നമ്മൾ മെഡിക്കേഷൻസുകള് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഓരോരുത്തർക്കും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്, മെഡിക്കേഷൻസ് അല്ലെ, അത് മാനേജ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ലാസ്റ്റ് വൺ വരുന്നത് PFE ആണ് കേട്ടോ. PFE എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അതാണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. നമ്മൾ പേഷ്യൻസിനും അതിലുൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും നമ്മൾ എന്ത് കൊടുക്കണം? അവരുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് അവർക്ക് ഹെൽത്തിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കണം അല്ലെ. ഹെൽത്ത് കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് PFE എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുഴുവൻ ഇതിന്റെ എല്ലാത്തിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. ACC എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. PFR എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. AOP എന്താണ്? അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. COP എന്താണ്? കെയർ ഓഫ് പേഷ്യൻസ്. ASC എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. MMU എന്താണ്? മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. PFE എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. അപ്പൊ ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെല്ലാം എന്താണ്? പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് സെന്റേർഡ് ആണോ അതോ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? എന്ന് ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 3. മൂന്നാമത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ് അതും പഠിച്ചു വെക്കണം കേട്ടോ. ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ എന്താണ്? QPS ആണ് കേട്ടോ.
QPS എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്നാണ് കേട്ടോ. എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി? അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടതും പേഷ്യന്റിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കേണ്ടത് ആരാണ് ഉറപ്പാക്കേണ്ടത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് അല്ലെ ഇത്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. രണ്ടാമത്തത് PCI. PCIയുടെ ഫുൾ ഫോം എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. പ്രത്യേകിച്ച് ലബോറട്ടറി ലാബുകളിലൊക്കെയാണ് അല്ലെ കൂടുതൽ നമുക്കത് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ലാബിൽ മാത്രമല്ല ഹോസ്പിറ്റലിൽ മൊത്തം ഇൻഫെക്ഷൻ കൺട്രോൾ ആവശ്യമാണ്. അപ്പൊ PCI എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. അത് ആരാണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്? GLD. GLD എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. അതായത് ഹോസ്പിറ്റലുകളും മറ്റ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളുടെയൊക്കെ ഗവേണൻസ്. ഗവേണൻസ് എന്ന് വെച്ചാൽ ഭരണം, അതുപോലെ തന്നെ നേതൃത്വം, ലീഡർഷിപ്പ്, പിന്നെന്താണ് ഡയറക്ഷൻസ് അല്ലെ. അവർക്ക് വേണ്ട എന്ത് കൊടുക്കാം? ലക്ഷ്യങ്ങൾ അല്ലെ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ GLD എന്ന് പറയുന്നത് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തതാണ് FMS. FMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ ഫെസിലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റും ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ FMS. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി. അടുത്തതാണ് SQE. SQE എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ആറാമത്തത് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ MOI. ഇതാണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ അറിയാലോ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡുകളാണ്. അപ്പൊ എന്തറിയാം ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞാലല്ലേ നിങ്ങൾക്കത് പേഷ്യന്റ് സെന്റേർഡ് ആണോ ഹോസ്പിറ്റൽ സെന്റേർഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? മൂന്നാമത്തെ സെക്ഷനിൽ കഴിഞ്ഞു കേട്ടോ. മൂന്നാമത്തെ സെക്ഷനിൽ വരുന്ന സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാന്ന് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 4 കേട്ടോ. നാലാമത്തെ സെക്ഷൻ അഥവാ നാലാമത്തെ ചാപ്റ്റർ ആണെന്ന് കൂട്ടിക്കോളൂ. അവിടെ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ടീച്ചിങ് ഹോസ്പിറ്റൽസ് അല്ലെ. മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ രണ്ടെണ്ണം അതിനകത്ത് വരുന്നുള്ളൂ. ഫസ്റ്റ് വൺ മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ MPE. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ അല്ലെ. മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ദെൻ അടുത്തത് എന്താണ്? HRP. HRP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ് എന്നാണ് കേട്ടോ. എന്താണ്? ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. HRP ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ്. അപ്പൊ ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? അപ്പൊ JCA 5th എഡിഷൻ ആണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചത് കേട്ടോ. അപ്പൊ JCA 5th എഡിഷൻ നിലവിൽ വരുന്നത് 2014 ഏപ്രിൽ 1 അതിനകത്ത് 4 സെക്ഷനുകളാണ് വരുന്നത്. സെക്ഷൻ 1, 2, 3 and 4. ഓക്കെ, സെക്ഷൻ 1 അഥവാ ഒരു ചാപ്റ്റർ ആണെന്ന് എടുക്കുക കേട്ടോ. ആ സെക്ഷൻ 1 ഇൻക്ലൂഡ് ചെയ്തത് APR ആണ് അല്ലെ. അതായത് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളാണ്. സെക്ഷൻ 3 ഹോസ്പിറ്റൽ എന്താ പറയുക ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. സെക്ഷൻ 4 വരുന്നത് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അതിന്റെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ്
JCA 5th edition of the Hospital Standards contain. JCA 5th edition contain ചെയ്തത് എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചപ്പോ NABH പഠിച്ചില്ലേ? എന്നതുപോലെ തന്നെ JCA നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ JCA എത്ര സ്റ്റാൻഡേർഡുകളുണ്ട്? ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. 285 സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. 285 സ്റ്റാൻഡേർഡുകളാണ് ഏതിനകത്ത് വരുന്നത്? JCAക്ക് അകത്ത് വരുന്നത്. എത്രാമത്തെ എഡിഷൻ? 5th എഡിഷൻ കേട്ടോ. അപ്പൊ JCA 5th edition contains 285 സ്റ്റാൻഡേർഡ്സ്, 285 സ്റ്റാൻഡേർഡുകളും പിന്നെ എത്രയാണ്? 1160 1160 മെഷറബിൾ ഇലമെന്റ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒബ്സർവബിൾ ഇലമെന്റ്സ് എന്നൊക്കെ പറയാം കേട്ടോ. മെഷറബിൾ ഇലമെന്റ്സ് ആണ് JCA 5th എഡിഷനകത്ത് ഉൾപ്പെടുത്തുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. JCAക്ക് അത് എത്ര സ്റ്റാൻഡേർഡുകളുണ്ട്? 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സുമാണ് ഉള്ളത്. നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചിട്ട് NABH നിങ്ങൾ പഠിച്ചില്ലേ? 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്, അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? ആ സെയിം കണ്ടന്റ് ഇവിടെയും പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ JCA എത്രയാണ്? 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ ഇലമെന്റ്സുമാണ് JCAയുടെ 5th എഡിഷനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക, റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. The standards will be re-examined and published at least every 3 years കേട്ടോ. ആ every 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമ്മൾ JCAയുടെ സ്റ്റാൻഡേർഡുകള് ഓരോ 3 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾക്കറിയാം ഈ സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താവണമെന്നില്ല, സ്റ്റേബിൾ അല്ല. സ്റ്റാൻഡേർഡുകൾ എപ്പോഴും സ്റ്റേബിൾ ആണോ? അല്ല, അത് കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റേണ്ടതായിട്ട് വരും. ചില പുതിയ സ്റ്റാൻഡേർഡുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, സ്റ്റേബിൾ അല്ല. അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇത്ര വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ സ്റ്റാൻഡേർഡുകൾ ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ പണ്ടുണ്ടായിരുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുത്തു മാറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, സ്റ്റാൻഡേർഡ്സ് വിൽ ബി re-examined and published at least every 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. JCAയുടെ എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? JCA സ്റ്റാൻഡേർഡുകള് റിവൈസ് ചെയ്യുന്നുണ്ട്, അഥവാ റീപബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 years കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് JCA സർവേ മെത്തഡോളജി ആണ്. JCA സർവേ മെത്തഡോളജി. അപ്പൊ നമുക്കറിയാം JCA അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ JCA പറയുന്ന സ്റ്റാൻഡേർഡുകൾ അവിടെ എന്ത് ചെയ്തിരിക്കണം? മീറ്റപ്പ് ചെയ്തിരിക്കണം അല്ലെ. JCA സ്റ്റാൻഡേർഡുകൾ അവിടെ പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആ സ്റ്റാൻഡേർഡുകൾക്കെല്ലാം ഇത്ര സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? JCAയുടെ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന ഓർഗനൈസേഷനിൽ പോയിട്ട് JCAയുടെ സ്റ്റാൻഡേർഡുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? സർവേ മെത്തേഡാണ്. സർവേ മെത്തേഡിലൂടെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ JCA സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? JCA സർവേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. JCA സർവേ മെത്തഡോളജി നോക്കാം. thorough survey process becomes the operation. അപ്പോ നമുക്കതിന് വളരെ എന്താ പറയാ, നല്ലൊരു എന്താ പറയാ സർവേ പ്രോസസ് അവിടെ അത്യാവശ്യമാണ്. അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർവേ പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം JCA സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ തറോ സർവേ പ്രോസസ് ബിക്കംസ് ഓപ്പറേഷണൽ. അപ്പൊ അതിനായിട്ട് ഈ സർവേ മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സർവേക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സർവേ ടീമിനെ തന്നെ അതിനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക സർവേ ടീമിനെ തന്നെ അതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, the typical survey team includes a physician, nurse and administrator. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു സർവേ ടീം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? നിങ്ങളോട് ചോദിക്കാം. JCA സർവേ ടീമിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കും അല്ലെ, ഡോക്ടർ ഉണ്ടായിരിക്കും,
നഴ്സ് ഉണ്ടായിരിക്കും, പോരാതെ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഫിസിഷ്യൻ, നഴ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ. ഇതിന് മൂന്നും അടങ്ങുന്ന ഒരു സർവേ ടീമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അവരെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ നോക്കുക, സർവേയേഴ്സ് അസസ് various units within an organization and discuss their findings. അപ്പൊ ഈ പറയുന്ന സർവേയേഴ്സ് അല്ലെ, നമ്മൾ ഈ പറയുന്ന ഫിസിഷ്യനും നഴ്സും അഡ്മിനിസ്ട്രേറ്റർ അടങ്ങുന്ന ഒരു സർവേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അവരെ നമ്മൾ സർവേയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സർവേയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അസസ് വാരിയസ് യൂണിറ്റ്സ് വിത്തിൻ എൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്സ്. ഈ പറയുന്ന സർവേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ വിവിധ യൂണിറ്റുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യുന്നുണ്ട് അല്ലെ, അവർ വിവിധ യൂണിറ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതായത് ഓരോ യൂണിറ്റുകളുടെ പെർഫോമൻസുകൾ അവർ എത്രത്തോളം ഈ JCA സ്റ്റാൻഡേർഡുകൾ അവര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, പാലിക്കുന്നുണ്ട് എന്നുള്ളത് അവർ എന്ത് ചെയ്യും? അസസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അതിനുശേഷം എന്താണ്? ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്സ് കേട്ടോ. അതിനുശേഷം അവരുടെ ഫൈൻഡിങ്സുകൾ, അവരുടെ കണ്ടെത്തലുകൾ അവര് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നോക്കാം, the surveys conduct a complete system analysis on integration and coordination of the care process. That is, surveys conduct a complete system analysis on integration and coordination of care process. അത്തരത്തില് ഒരു ഹോസ്പിറ്റലിലെ എല്ലാവിധ പരിചരണ പ്രക്രിയകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ സർവേയിലൂടെ നടത്തുന്നത്. മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ കെയർ പ്രോസസ്സിനെയും ശരിയായ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് സമന്വയിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ സർവേയിലൂടെ നടത്തുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതിൽ നോക്കേണ്ട പോയിന്റുകൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ് JCAയുടെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നത്? റിവൈസ് ചെയ്യുന്നത് കേട്ടോ. JCA സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ്. പിന്നെ നമ്മൾ ഈ JCA സർവേ മെത്തഡോളജിയിലൂടെയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് എന്തുണ്ട്? ഒരു സർവേ ടീം അവിടെ ഉണ്ട്. സർവേ ടീമിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ അടങ്ങുന്നതാണ് ഒരു സർവേ ടീം എന്ന് പറയുന്നത്. ഈ അവരെ നമ്മൾ സർവേസ് എന്നാണ് പറയുക കേട്ടോ. ഈ സർവേസ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ വിവിധ യൂണിറ്റുകൾ കൃത്യമായിട്ട് അവർ അസസ് ചെയ്യും. അതായത് ഓരോ യൂണിറ്റുകൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകളൊക്കെ എത്രത്തോളം അവര് പാലിക്കുന്നുണ്ട്, ആ പെർഫോമൻസ് ആണ് അവർ അസസ് ചെയ്യുന്നത്. അസസ് ചെയ്തിട്ട് അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ കണ്ടെത്തലുകള് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റലിൽ അറിയാൻ പറ്റും എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ ഇനി നടത്താനുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ മുഴുവൻ പരിചരണ പ്രക്രിയകളെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ എന്തിലൂടെ നടത്തുന്നത്? JCA സർവേയിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? താങ്കൾ ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നോക്കാം. അക്രഡിറ്റേഷൻ സർവേസ് കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ സർവേസ്? ഇനി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ സർവേയിലൂടെയാണ് നമ്മൾ ഇത് കണ്ടെത്തേണ്ടത് പറഞ്ഞു. ഓക്കെ, സർവേ ടീമിൽ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സർവേ കണ്ടക്ട് ചെയ്യാം? ഓക്കെ, അക്രഡിറ്റേഷൻ സർവേസ് ഏതൊക്കെ രീതികളിലൂടെ, ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് സർവേകള് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും? അക്രഡിറ്റേഷൻ സർവേസ് ആണ്. ഏതൊക്കെ രീതികളിലൂടെ നമുക്ക് സർവേകള് നടത്താം? ഓക്കെ, അപ്പൊ അവിടെ 3 മെത്തേഡുകൾ എഴുതിയിട്ടുണ്ട്. 3 രീതിയിൽ നമുക്ക് ആ സർവേകള് കണ്ടക്ട് ചെയ്യാം. ഒന്നാമത്തത് എന്താണ്? ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. എന്താണ്? ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഒന്നാമത് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകള് അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്താം. അതായത് അവരായിട്ട് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. അതായത് അതർ വെർബൽ ഇൻഫർമേഷൻ, അല്ലാതെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ പോവുക, ഹോസ്പിറ്റലിൽ പോവുക, അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് സംസാരിക്കുക. വെർബൽ കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് നേരിട്ട് മനസ്സിലാക്കി അവരോട് പല ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതൊരു സർവേ മെത്തേഡ് അല്ലേ? ഓക്കെ,
രണ്ടാമത്തത് എന്താണ്? ഓൺസൈറ്റ് ഒബ്സർവേഷൻസ് ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ ദ സർവേസ്. രണ്ടാമതൊരു രീതി എന്ന് വെച്ചാൽ ഈ പറയുന്ന സർവേ ടീമിന് നേരിട്ട് പോയിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ്, അതായത് രോഗിയെ പരിചരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? നേരിട്ട് പോയി കണ്ട് അവർക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അവരോട് ചോദിക്കേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ദിവസത്തേക്ക് അവിടെ പോകുക, എന്നിട്ട് പേഷ്യൻസിന്റെ കെയർ പ്രോസസ്സുകളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ടും അവർക്ക് എന്ത് കാര്യങ്ങൾ കണ്ടെത്താൻ, വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്? മൂന്നാമത്തെ ഒരു രീതി എന്താണ്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതുകൂടാതെ നമ്മുടെ ഓർഗനൈസേഷൻ അവിടെ, അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവിടെ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, അതുപോലെ തന്നെ പ്രൊസീജിയറുകള്, പിന്നെ മറ്റുള്ള ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങള്, മറ്റുള്ള ഡോക്യുമെന്റ്സുകള്, അതിനെ ബേസ് ചെയ്തും നമുക്ക് എന്താണ് ഒരുപാട് വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലെ. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിരിക്കുന്ന പോളിസികൾ എന്തൊക്കെയാണ്, പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, അതുപോലെ മറ്റുള്ള ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തു പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ പരിശോധിക്കാം. അതിലൂടെയും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഈ പറയുന്ന വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പൊ ഈ 3 രീതികളിൽ നമുക്ക് സർവേകൾ നടത്താം. ഒന്നാമത്തെ നമ്മൾ നേരിട്ട് പോവുക, പേഷ്യൻസും സ്റ്റാഫുമായിട്ട് നേരിട്ട് സംസാരിക്കുക, അവരായിട്ട് ഇന്റർവ്യൂ നടത്തി നേരിട്ട് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ കിട്ടും അല്ലെ, വിവരങ്ങൾ അറിയാം. രണ്ടാമത്തെ എന്ത് ചെയ്യാം? അവരുമായിട്ട് സംസാരിക്കണമെന്നില്ല, നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യന്റ് കെയർ പ്രോസസ്സുകളെ നേരിട്ട് ഓൺസൈറ്റ് ഒബ്സർവേഷൻ നേരിട്ട് പോയി കണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം. മൂന്നാമത്തത് ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകള്, മറ്റ് ഗൈഡ് ലൈൻസുകള്, ഡോക്യുമെന്റ്സുകളൊക്കെ പരിശോധനാ വിധേയമാക്കിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഈ രീതിയിലാണ് നമുക്ക് അക്രഡിറ്റേഷൻ സർവേകൾ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്ത് വേണം? നമ്മളിങ്ങനെ സർവേ നടത്തുന്നു, നമ്മൾ അവരുടെ പെർഫോമൻസുകൾ, വിവിധ സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ അസസ് ചെയ്യും. അസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? മാർക്ക് കൊടുക്കണം, സ്കോർ കൊടുക്കണം അല്ലെ. ഇത്ര സ്കോറെങ്കിലും കിട്ടണം അല്ലെ. ഇത്ര സ്കോറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ എന്താവുള്ളൂ? JC അക്രഡിറ്റേഷൻ അവര് എലിജിബിൾ ആകുള്ളൂ. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആംഗിളാണ് കേട്ടോ. അടുത്ത നോക്കുക, സ്കോറിംഗ് ദ സർവേ റിസൾട്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സർവേ റിസൾട്ടിനെ നമ്മൾ എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ? നമുക്ക് ലഭിച്ച സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങള്, റിസൾട്ടുകളെ നമ്മൾ എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. എന്താണ്? ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. അതായത് ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ലഭിച്ചിരിക്കണം. നമുക്കറിയാം JC എന്ന് പറയുമ്പോൾ 285ഓളം സ്റ്റാൻഡേർഡുകൾ അതിനകത്ത് ഉണ്ട് അല്ലെ. അതിൽ ഓരോ സ്റ്റാൻഡേർഡുകൾക്കും എത്ര വീതം ഉണ്ടായിരിക്കണം? കുറഞ്ഞത് 5 സ്കോറെങ്കിലും ലഭിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡുകളിലൂടെ പറഞ്ഞില്ലേ, കണ്ടോ? IPSG അല്ലെ, ACC, അതൊക്കെ ഓരോ സ്റ്റാൻഡേർഡുകളാണ്. PFR മറ്റൊരു സ്റ്റാൻഡേർഡ് ആണ്, AOP മറ്റൊരു സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിനും കുറഞ്ഞത് എത്ര സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം? 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഓരോ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ ആണ്. ഓരോ സെക്ഷനും എത്രയാണ്? അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, ഒരു സെക്ഷൻ, ഇതിപ്പോ ഒരു സെക്ഷൻ 2 അല്ലെ, അതൊരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനകത്ത് ധാരാളം സ്റ്റാൻഡേർഡുകൾ വരും. നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റാൻഡേർഡ്, IPSG എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ അതിനൊരു 5 സ്കോർ ഉണ്ടായിരിക്കണം. ACC ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിനൊരു 5 സ്കോർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിന് 5 സ്കോർ ഉണ്ടായിരിക്കണം. ഓരോ ചാപ്റ്ററിനും സെക്ഷൻ 1 അല്ലെങ്കിൽ സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 എന്ന് പറയുന്ന ഓരോ ചാപ്റ്ററിനും എത്ര സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. 8 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് അടുത്ത നോക്കി, all standards must together average for at least 9. ശ്രദ്ധിച്ചു കേൾക്കാം. all standards must together average for at least 9 എന്ന് വെച്ച് കഴിഞ്ഞാല് the average of all standards എന്ന് പറയുന്നത് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 9. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് എന്ന് പറഞ്ഞിരുന്നത് എത്ര സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം? 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്
അതാണല്ലോ സെക്ഷൻ 2 വരുന്നത്. അതിൽ ഇത്രയും സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. IPST, ACC, BFR, AOP, POP, ഇത്രയും സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. ഇതില് ഈ എല്ലാ സ്റ്റാൻഡേർഡുകളും, അതായത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിന്റെ എത്രയാണ് പറയുന്നത്? 1, 2, 3, 4, 5, 6, 7, 8 സ്റ്റാൻഡേർഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ 8 സ്റ്റാൻഡേർഡുകളുടെ ആവറേജ്, അതായത് 8 സ്റ്റാൻഡേർഡുകളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഓരോ സ്റ്റാൻഡേർഡിനും അറ്റ്ലീസ്റ്റ് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. ആ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ആവറേജ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം? 9 എങ്കിലും ഉണ്ടായിരിക്കണം, 9 എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? All measurable elements are averaged to obtain the score for the standard. എന്താണ് പറയുന്നത്? എല്ലാ മെഷറബിൾ ഇലമെന്റ്സുകളുടെയും ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? ആ ഒരു സ്റ്റാൻഡേർഡിന്റെ സ്കോറാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ മെഷറബിൾ ഇലമെന്റ്സുകളുടെയും ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ടോട്ടൽ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്ന് പറയണം, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആയോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല, മനസ്സിലായില്ല. ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അഫ്സാന, ആമിനയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ 16 പേര് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ബാച്ചാണ് കേട്ടോ ഇത്രയും ഒട്ടും റെസ്പോൺസ് ഇല്ലാത്ത ബാച്ച്. ഞാനിപ്പോ കുറേ ബാച്ചുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത്രയും റെസ്പോൺസ് എന്താണ് ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുന്ന ഒരു ബാച്ച് ഏതാണെന്ന് വെച്ചാൽ അത് HSST. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കുറച്ച് പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ? ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കാം. അതിന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ഫ്ലോ ചാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കാം? നമ്മൾ JCA 5th എഡിഷൻ ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ആദ്യം എന്താണ്? ചാപ്റ്ററുകളാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാക്കാം. അത് ആദ്യം വരുന്നത് ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 4 സെക്ഷൻ ആണ്. 4 ചാപ്റ്ററിന് നിങ്ങൾ കൂട്ടുക. ഓക്കെ, ഇനി ഓരോ ചാപ്റ്ററിന്റെ ഉള്ളിലും സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. ശരിയല്ലേ? സെക്ഷൻ 1 എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ആയിട്ട് നിങ്ങൾ കണക്കാക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? APR ആണ്, അക്രഡിറ്റേഷൻ എന്താണ് പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. അതൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ. സെക്ഷൻ 2 എന്ന് പറയുന്നത് ചാപ്റ്റർ 2 ആയിട്ട് എടുക്കാം. ചാപ്റ്റർ 2-നകത്ത് വരുന്നത് എന്താണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണല്ലോ. സെക്ഷൻ 3 എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ആയിട്ട് നിങ്ങൾ കണക്കാക്കാം. അതിനകത്ത് എന്താ വരുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് ആണല്ലോ. സെക്ഷൻ 4 എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ആണ് വരിക. ആ ചാപ്റ്റർ 4-നകത്ത് എന്താണ്? അതായത് അക്കാഡമിക് മെഡിക്കൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, ഓരോ ചാപ്റ്ററുകൾ, ഒരു ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, ഇനി ഓരോ സ്റ്റാൻഡേർഡുകൾക്കും ഉള്ളിലായിട്ട് എന്തുണ്ട്? ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? ധാരാളം സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതിനകത്ത് ഓരോ സ്റ്റാൻഡേർഡിന് ഉള്ളിലായിട്ടും എന്തുണ്ട്? ഈ പറയുന്ന മെഷറബിൾ ഇലമെന്റ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ JCA കാര്യം പറഞ്ഞപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു സ്റ്റാൻഡേർഡ് പറയും. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ, അതായത് എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. ആ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ എടുക്കാന്ന് വിചാരിക്കാം. കെയർ ഓഫ് പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ്. അതൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ. ആ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനായിട്ട് അതിന് കീഴെയായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ പറയുന്നത്, നമുക്കൊരു പേഷ്യന്റിന്റെ കെയർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ നമുക്ക് എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ആ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സുകളെയാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കാം, പേഷ്യൻസിന് ഓൺ ടൈം ആയിട്ട് മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ? അല്ലെ, അതായത് കൃത്യസമയത്ത് പേഷ്യൻസിന് മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ? അതൊരു ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. ആ ഒരു എലമെന്റ് വെച്ച് നമുക്ക് കെയർ ഓഫ് പേഷ്യന്റിനെ അസസ് ചെയ്യാൻ പറ്റില്ലേ? അല്ലെ, കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ. ആ സ്റ്റാൻഡേർഡിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പല രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറുകളാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്.
ഇപ്പൊ ഞാൻ പറയുകയാണ് കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് എനിക്ക് മെഷർ ചെയ്യണം. എങ്ങനെ അത് മെഷർ ചെയ്യാം? കുറെ ഫാക്ടേഴ്സുകളെ ബേസ് ചെയ്തിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ ഇതാണ്, അതായത് ആ പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള സമയത്ത് മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ, ഓൺ ടൈം അവർക്ക് മരുന്നുകൾ ലഭിക്കുന്നുണ്ടോ, അതൊരു ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. ആ ഒരു ഫാക്ടർ വെച്ച് എനിക്ക് കെയർ അളക്കാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ മറ്റൊരു കാര്യം നോക്കുകയാണ്, മറ്റൊരു ഫാക്ടർ നോക്കുകയാണ്, ഈ മെഡിക്കേഷൻസ് മരുന്നുകൾ കൊടുക്കുന്നതിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ട്, അത് മറ്റൊരു ഫാക്ടറാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകൾ വെച്ചിട്ട് നമുക്ക് ആ പേഷ്യന്റ് കെയറിനെ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഓരോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കൂട്ടം എന്താ പറയുക ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റാൻഡേർഡുകളും മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്ന ഒറ്റ സ്റ്റാൻഡേർഡ് എടുത്ത് തന്നെ ആ സ്റ്റാൻഡേർഡിനകത്ത് തന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവും, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിനെ ഞാൻ മെഷർ ചെയ്യുന്നത്. അതുപോലെ ഓരോന്നിനും ഉണ്ടാവും. ACC എന്താണ്, ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി കെയർ, അതൊരു സ്റ്റാൻഡേർഡ് ആണല്ലോ. ആ ഒരു സ്റ്റാൻഡേർഡിനെ ഞാൻ മെഷർ ചെയ്തത് ചിലപ്പോൾ ഒരു 5-6 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ ആ ACC എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ചാപ്റ്ററിന്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡിനകത്തായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ അതിനെ മേൽപോട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന്റെ സ്കോർ ആണ്? സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണ്. ഓക്കെ, ഇനി എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്കോറിന്റെ ആവറേജ് എന്തായിരിക്കും? ചാപ്റ്ററിന്റെ സ്കോർ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ചാപ്റ്ററിന്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്. അപ്പൊ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ടോട്ടൽ സ്കോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന്റെ സ്റ്റാൻഡേർഡ് ആണ്? അതായത് ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുടെ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും സ്കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. എല്ലാ ചാപ്റ്ററുകളുടെയും സ്കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? JCAയുടെ ഓവറോൾ സ്കോർ നമുക്ക് ലഭിക്കും. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇതുകൂടെ പറയണോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ചാപ്റ്ററിന്റെ ഉള്ളിൽ ധാരാളം സ്റ്റാൻഡേർഡുകൾ, അതിൽ തന്നെ ഓരോ സ്റ്റാൻഡേർഡിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ ടോട്ടൽ സ്കോർ ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ഓവറോൾ സ്കോർ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന്റെ സ്കോർ ആണ്. എല്ലാ ചാപ്റ്ററുകളുടെയും സ്കോർ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഓവറോൾ സ്കോർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ് ഉണ്ടോ. എല്ലാ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെയും ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആ സ്റ്റാൻഡേർഡിന്, ആ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന്റെ സ്കോർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കാം കേട്ടോ. അപ്പോ അടുത്തത് സ്കോറിംഗ് സർവേ റിസൾട്ട്. ഇനി നോക്കാം. ഈച്ച് മെഷറബിൾ എലമെന്റ് സ്കോർ. ഇനി നമുക്ക് ഓരോ മെഷറബിൾ എലമെന്റിനെയും നമുക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, എങ്ങനെയാ സ്കോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റ് ചെയ്യുകയാണെങ്കിൽ 10 എന്ന് വെച്ചാൽ എല്ലാ മെഷറബിൾ ഇലമെന്റ്സുകളും അവിടെ പാലിക്കുന്നുണ്ടെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്കോർ കൊടുക്കാം. എത്രയാണ് സ്കോർ? 10. ഫുൾ മാർക്ക് നമുക്ക് കൊടുക്കാം. 10 സ്കോർ കൊടുക്കാം. മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 സ്കോർ കൊടുക്കാം. പാർഷ്യലി മെറ്റ്, അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഭാഗികമായിട്ട് മാത്രമാണ് അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളെങ്കിൽ എത്രയാണ്? 5 മാർക്ക് കൊടുത്താൽ മതി. പാർഷ്യലി മെറ്റ് ആണെങ്കിൽ 5 മാർക്ക് കൊടുക്കാം. നോ മെറ്റ്, യാതൊരുവിധ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും അവിടെ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് സ്കോർ വരും? 0 സ്കോർ. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ ഒന്നും തന്നെ അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? 0 മാർക്കാണ് അവിടെ കൊടുക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനി നോക്കാം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ ആ കൺസെപ്റ്റ് വെച്ച് ഇത് വായിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. ശരിയല്ലേ? എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും സ്കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇവിടെ സെക്ഷൻ 2, അതായത് ചാപ്റ്റർ നമ്പർ 2 ആണെന്ന് വിചാരിക്കാം.
അതിനകത്ത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ പറയുന്നത് എല്ലാം സ്റ്റാൻഡേർഡുകളാണ്. ഈ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും സ്കോർ എടുത്ത് അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്റർ 2വിന്റെ ഓവറോൾ സ്കോറല്ലേ നമുക്ക് കിട്ടുക, അല്ലെ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കുക, ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. അതുപോലെ തന്നെ all chapters are averaged to obtain the overall score. അങ്ങനെ എല്ലാ ചാപ്റ്റർ, അതായത് എല്ലാ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സെക്ഷൻ 1ന്റെ സ്കോർ, സെക്ഷൻ 2ന്റെ സ്കോർ, സെക്ഷൻ 3യുടെ സ്കോർ, സെക്ഷൻ 4ന്റെ സ്കോർ, അങ്ങനെ ഓവറോൾ സ്കോർ മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആ JCA സർവേയുടെ ഓവറോൾ സ്കോർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇനി മറന്നു പോവോ JCA? അതോടുകൂടി JCA അവിടെ കംപ്ലീറ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കാം, ചാപ്റ്ററിനകത്ത് സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡിനകത്തും എന്താണ് ഈ പറയുന്ന ഒബ്സർവബിൾ എലിമെന്റ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. എല്ലാ ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകളുടെ ഓവറോൾ സ്കോർ ചെയ്താൽ നമുക്ക് ആ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടും. അങ്ങനെ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും സ്കോർ ചെയ്താൽ നമുക്ക് ആ ചാപ്റ്ററിന്റെ സ്കോർ കിട്ടും. എല്ലാ ചാപ്റ്ററുകളുടെയും സ്കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ സ്കോറും ലഭിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ JCA അവിടെ കഴിയാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് NABH. പഠിക്കാനില്ല, കാര്യം എന്താണ്? നിങ്ങൾ ക്വാളിറ്റി അഷുറൻസിനകത്ത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങളല്ലേ ഉണ്ട്. അപ്പൊ വേറെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? JCAയും NABH കൂടെ കമ്പയർ ചെയ്തൊന്ന് പഠിക്കണം. അത് മാത്രമാണ് നിങ്ങൾ അവിടെ ചെയ്യാനുള്ളൂ കേട്ടോ. സെയിം കണ്ടന്റ് ആണ് നമുക്ക് വായിക്കാം. ആദ്യം NABHന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നോക്കി, NABH സ്റ്റാൻഡേർഡ്സ്. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ JCA ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ക്ലിയർ ആയോ നോക്കി, എന്നിട്ട് നമുക്ക് NABHലേക്ക് കിടക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കും കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആവത്തില്ലെങ്കിൽ പറയുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. NABH ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവറി 4 years. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? JCA ആയിട്ട് കമ്പയർ ചെയ്യണം. JCAയിൽ നമ്മൾ എന്താ പഠിച്ചത്? JCA എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? 3 വർഷം കൂടുമ്പോഴല്ലേ റിവൈസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴോ NABH എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡുകള് 4 years കേട്ടോ. അതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. 4 വർഷം കൂടുമ്പോഴാണ് NABHന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് now the hospital implements 5th edition standards തൊട്ടാണ് April 2020. അതായത് April 2020 തൊട്ട് നിലവിലുള്ളത് NABHന്റെ 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. എത്രാമത്തെ എഡിഷൻ ആണ്? 5th എഡിഷൻ ആണ് കേട്ടോ. ഇന്ന് തൊട്ടാണ് April 2020 തൊട്ട് കേട്ടോ. ഇനി നോക്കാം, NABH സ്റ്റാൻഡേർഡുകൾ കൂടുതലും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. NABH standard centers on patient safety and quality of the delivery of services by the hospital. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. NABH സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് പേഷ്യന്റിന്റെ സേഫ്റ്റി, രണ്ടാമത്തത് എന്താണ്? ക്വാളിറ്റി ഓഫ് ദ സർവീസസ് ഗിവൺ ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റല് അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റി, ഈ 2 കാര്യത്തിലുമാണ് NABH സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. NABH is given by an autonomous body set up by the Government of India
known as QCA, Quality Council of India, which is the standard making body in India. അപ്പൊ NABH എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആൻ ഓട്ടോണോമസ് ബോഡി അല്ലെ, ഒരു സ്വയം ഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ്. ആരുടെ വിങ്ങാണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, QCA, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡിയാണ് ബോർഡാണ് QCA എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അവരുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് എന്ത്? NABH എന്ന് പറയുന്നത്. അപ്പൊ 3 പോയിന്റുകളാണ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ളത്. NABH അവരുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. NABH സ്റ്റാൻഡേർഡുകൾ എന്ത് കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് സർവീസസ് ഗിവൺ ബൈ ദ ഹോസ്പിറ്റൽ. തേർഡ് പോയിന്റ് എന്താണ്? NABH is an autonomous body that is constituted by the government of India, known as Quality Council of India. അല്ലെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കീഴില് സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് NABH എന്ന് പറയുന്നത്. പ്ലസ് നിങ്ങൾ NABHന്റെ ഫുൾ ഫോമും കൂടെ പഠിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? എന്ന് നോക്കാം. NABH മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. അപ്പൊ നമുക്കറിയാം NABH എന്ന് പറയുന്നത് നാഷണൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിത്തിൻ ഇന്ത്യക്കകത്ത്, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് NABH എന്ന് പറയുന്നത് അല്ലെ. JCA എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ. അതായത് ഇത് പറയുന്ന ലോകമെമ്പാടുമുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് JCA. NABH എന്ന് പറയുന്നത് നാഷണൽ എന്നാണ് പറയുന്നത്. ഇതിന് ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനുള്ള ബോർഡാണ് NABH എന്ന് പറയുന്നത്. അപ്പൊ ഈ NABH ഹോസ്പിറ്റലുകളെ പ്രധാനമായിട്ടും 2 ഡിവിഷൻസുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് SHCO, അതൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചതാണ് കേട്ടോ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് കേട്ടോ, 50 ബെഡുകളിൽ കുറവുള്ള ഹോസ്പിറ്റലുകൾ, അതിനെ നമ്മൾ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ HCO വിഭാഗത്തിൽ, അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ SHCO എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് മോർ ദാൻ 50 ബെഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ് വിത്ത് 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അവിടെ പഠിച്ചതാണ് കേട്ടോ. 10 ചാപ്റ്ററുകള്, പിന്നെ എത്രയാണ്? 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. JCAയിൽ നമ്മൾ ചാപ്റ്ററുകളുടെ എണ്ണൊന്നും പറയുന്നില്ല. ഓക്കെ, അതോടെ ഇരുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വേണ്ട. പക്ഷെ സ്റ്റാൻഡേർഡുകൾ എത്ര എണ്ണം ഉണ്ട്? 285 സ്റ്റാൻഡേർഡുകളുണ്ട്, 1160 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് നോക്കുക. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗോൾസ് ഫോർ ദ പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്യാം. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓർ സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ദാറ്റ് an organization must follow to ensure എന്താണ്? Ensure quality, safety and performance. ചുരുക്കി പറഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അവര് നിർബന്ധമായിട്ടും പാലിക്കേണ്ട, നിർബന്ധമായിട്ട് അവർ ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ ഒരു കൂട്ടം റിക്വയർമെന്റ്സുകള് നമ്മളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. മുൻകൂട്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അതിനനുസരിച്ച് കൊണ്ട് വേണം അവർ സേവനങ്ങൾ കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ സർവീസുകൾ കൊടുക്കുന്നതിനായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് വേണം, അത് പാലിച്ചുകൊണ്ടായിരിക്കും അവരുടെ സർവീസുകൾ കൊടുക്കേണ്ടത്. ആ ഒരു സെറ്റ് ഓഫ് എന്താ പറയാ ഗോൾസ്, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓർ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശം, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ എത്തിയിരിക്കുന്നത്. സെറ്റ് ഓഫ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. ഇലമെന്റ്സ്, അതായത് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ് കേട്ടോ. ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞ ഓരോ സ്റ്റാൻഡേർഡിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചാപ്റ്ററിനകത്ത് സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡുകൾക്കുള്ളിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്, അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ.
അപ്പൊ ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കീഴിലായിട്ട് വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ആ ഒരു പെർട്ടിക്കുലർ പെർഫോമൻസ് എത്രത്തോളം ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കാം, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്, നമുക്കറിയാലോ NABH-നകത്ത് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകൾ ഉണ്ടെന്ന് അറിയാം. ഈ 651 ഒബ്ജക്റ്റീവ് എലിമെന്റുകളെ അവര് 4 കാറ്റഗറിയിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്ര കാറ്റഗറിയാണ്? 4 കാറ്റഗറിയിലായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കുക കേട്ടോ, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് 1 or 2 ആർ ഇൻ 4 കാറ്റഗറി. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തു വെക്കാം കേട്ടോ. 102 എണ്ണം ഏതിനകത്താണ്? 4 കാറ്റഗറി ഉണ്ട്. ഒന്ന് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. അവിടെ പഠിച്ചതാണ് കേട്ടോ. കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി ആൻഡ് എക്സലൻസ് കാറ്റഗറി. അങ്ങനെ 4 കാറ്റഗറിയാണ് ഉള്ളത്. ഈ 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ ഈ 651 ഒബ്ജക്റ്റീവ് എലിമെന്റുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് 1 or 2 ആർ ഇൻ കോർ കാറ്റഗറി. 651 എണ്ണത്തില് 102 എണ്ണം നമ്മൾ കോർ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോർ കാറ്റഗറിയുടെ പ്രത്യേകത എന്താണ്? വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്. നമ്മുടെ അക്രഡിറ്റേഷന്റെ പ്രോസസ്സിൽ, അതായത് അക്രഡിറ്റേഷൻ പ്രോസസ്സിലെ ഓരോ ഘട്ടത്തിലും, ഈച്ച് അസസ്മെന്റ്, അതായത് ഓരോ ഘട്ടത്തിലും നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള 102 ഒബ്ജക്റ്റീവ് എലിമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്, അതായത് നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഓരോ അസസ്മെന്റ്, ഓരോ വിലയിരുത്തൽ, ഓരോ ഘട്ടത്തിലുമുള്ള അസസ്മെന്റിലും വിലയിരുത്തേണ്ടതായിട്ടുള്ള 102 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉൾപ്പെടുത്തിയതാണ് കോർ കാറ്റഗറി. പിന്നെ വരുന്നത് 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി, വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഫൈനൽ അസസ്മെന്റ്. പിന്നെ അക്രഡിറ്റേഷന്റെ ഫൈനൽ അസസ്മെന്റ്, അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള 459 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി, വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്. ഇനി ബാക്കി വരുന്നതില് 60 ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്. സർവൈലൻസ് അസസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ സമയത്തും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട 60 ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അച്ചീവ്മെന്റ് കാറ്റഗറി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കി എത്ര ഉണ്ട്? ഇനി 30 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ. 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി, വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് വിത്ത് റീ അക്രഡിറ്റേഷൻ. ബാക്കി വരുന്ന 30 എണ്ണം നമ്മൾ എക്സലൻസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. നമ്മൾ റീ അക്രഡിറ്റേഷൻ സമയത്ത് ഫസ്റ്റ് അക്രഡിറ്റേഷന് പോകുന്നു, പിന്നെ വീണ്ടും ചിലപ്പോൾ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റീ അക്രഡിറ്റേഷന് പോകും. ആ റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള 30 ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എക്സലൻസ് കാറ്റഗറി. അപ്പൊ ഒന്ന് എന്താണ്? കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഓരോ ഘട്ടത്തിലും അസസ് ചെയ്യുന്നതാണ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഫൈനൽ അസസ്മെന്റ്, അതായത് നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഫൈനൽ സമയത്ത്, അന്തിമ മൂല്യനിർണ്ണയ സമയത്താണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് തുടങ്ങുന്നോ ആ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തു പോകുന്ന 60 എലിമെന്റ്സുകളാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തേണ്ട 30 എണ്ണത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എക്സലൻസ് കാറ്റഗറി. നിങ്ങൾ മൊത്തം അത് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 651 കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നിങ്ങൾ ഇവിടെ പഠിച്ചതാണ് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH-നകത്ത് പഠിച്ചതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ JCAയും NABH നിങ്ങൾ പഠിക്കുമ്പോൾ പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് എന്താണ്? ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്താണ്? സ്കോറിംഗ് ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അവിടെ കുറച്ചൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ആ ഒരു ഐഡിയ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.